ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ആടിത്തിമിർത്ത കാലം അവസാനിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ഇറാന്റെ ഫാസ്റ്റ് ബോട്ട് തന്ത്രങ്ങൾക്ക് മറുപടിയായി അമേരിക്ക ഇറക്കിയിരിക്കുന്നത് അതീവ ശക്തമായ സൈനിക നീക്കമാണ്. വെറുമൊരു യുദ്ധക്കപ്പൽ മാത്രമല്ല ഇത്, ഇറാന്റെ ഉറക്കം കെടുത്താൻ പോകുന്ന ഒരു സർപ്രൈസ് നീക്കം. ജപ്പാനിലെ ഒക്കിനാവയിൽ നിന്ന് പസഫിക് കടലിലൂടെ ഒരു കൂറ്റൻ പടക്കപ്പൽ അതിവേഗം മുന്നേറുകയാണ്. പേര് USS ത്രിപോലി. ഈ കപ്പലിലെത്തുന്നത് വെറും സൈനികരല്ല, അമേരിക്കയുടെ വിശ്വസ്തവും അതിവേഗ പ്രതികരണശേഷിയുള്ള സേന, മെറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റ്. ഇറാന്റെ കരയിലെ സൈനിക സൗകര്യങ്ങൾ നേരത്തെ തന്നെ വലിയ തോതിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കടലിടുക്കിലെ അവരുടെ സ്വാധീനം ഇല്ലാതാക്കാൻ ഈ നീക്കം അനിവാര്യമാണെന്ന് അമേരിക്ക വിലയിരുത്തുന്നു. മെറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റ് അമേരിക്കയുടെ 911 ഫോഴ്സ് എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം വിളിക്കുന്നത് ഇവരെയാണ്. 2001 അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ ആദ്യമായി മണ്ണിലിറങ്ങിയതും ഇവരാണ്. ഈ യൂണിറ്റിന്റെ കരുത്ത് 4 പ്രധാന ഘടകങ്ങളിലാണ്. 1. കമാൻഡ് എലമെന്റ്, മുഴുവൻ ദൗത്യവും ആസൂത്രണം ചെയ്യുന്ന തലച്ചോർ. 2. ഗ്രൗണ്ട് കോംബാറ്റ് യൂണിറ്റ്, ഇൻഫൻട്രിയും ആംഫീബിയസ് വാഹനങ്ങളും ഉൾപ്പെടുന്ന ആക്രമണ സേന. 3. ഏവിയേഷൻ വിഭാഗം, കടലിൽ നിന്നും കരയിലേക്കും ആകാശത്തുനിന്നും ആക്രമിക്കാൻ കഴിവുള്ള F-35 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും. 4. ലോജിസ്റ്റിക്സ്, വൈദ്യസഹായം മുതൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിക്കുന്ന പിന്തുണ സംവിധാനം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും സ്വയം നിലനിൽക്കുന്ന ഒരു ചെറു സൈന്യം. എന്തുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് ഇത്ര പ്രധാനമാണ്? ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ശ്വാസനാളം തന്നെയാണ് ഈ കടലിടുക്ക്. വെറും 31 മൈൽ വീതിയുള്ള ഈ പ്രദേശം ഇറാൻ ഒരു തന്ത്രപരമായ ചതിക്കുഴിയാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രതിദിനം ഏകദേശം 20 മില്യൺ ബാരൽ എണ്ണ കടന്നുപോകുന്ന വഴിയാണിത്. 2025 മാർച്ച് പകുതി വരെ ഇറാൻ 16 വാണിജ്യ കപ്പലുകളെ ആക്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 1,229 കപ്പലുകൾ കടന്നുപോയിരുന്നിടത്ത് ഇപ്പോൾ പോകുന്നത് വെറും 77 എണ്ണം മാത്രം. സ്ഥിതി അതീവ ഗുരുതരമാണ്. ഈ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ അമേരിക്ക ശക്തമായ ഇടപെടലിലേക്ക് നീങ്ങുകയാണ്. USS ത്രിപോലി എത്തുന്നതോടെ അമേരിക്കയ്ക്ക് മുന്നിൽ നിരവധി സാധ്യതകൾ തുറക്കപ്പെടും. 1. പേർഷ്യൻ ഗൾഫിലെ ദ്വീപുകൾ. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള 30ഓളം ദ്വീപുകളിൽ നിന്ന് മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാനും നിയന്ത്രണം പിടിക്കാനും ഈ സേനയ്ക്ക് കഴിയും. 2. ഗാർഡ് ഐലൻഡ്. ഇറാന്റെ 90% എണ്ണ കയറ്റുമതിയും ഇവിടെ നിന്നാണ് നടക്കുന്നത്. ഈ പ്രദേശം ലക്ഷ്യമാക്കുമെന്ന് അമേരിക്ക മുൻകൂട്ടി സൂചന നൽകിയിട്ടുണ്ട്. 3. ആംഫീബിയസ് ലാൻഡിംഗ്. അമേരിക്കൻ സൈന്യം നേരിട്ട് ഇറാനിൽ പ്രവേശിക്കുന്ന സാധ്യത കുറഞ്ഞതല്ല. ഇതിനിടെ മറ്റൊരു നിർണായക സാധ്യത കൂടി ചർച്ചയാകുന്നു. ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുന്ന രഹസ്യ നീക്കങ്ങൾ. റിപ്പോർട്ട് പ്രകാരം CIA-യും ഇസ്രയേൽ കാലികളാകാമെന്ന സൂചനകളുണ്ട്. ഇറാൻ ഭരണകൂടം തകർന്നാൽ അതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് റഷ്യക്കായിരിക്കും. പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ മധ്യേഷ്യൻ തന്ത്രങ്ങൾക്ക് ഇറാൻ നിർണായകമാണ്. എന്നാൽ അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ ആ കണക്കുകൂട്ടലുകൾ മാറ്റിമറിക്കുമോ? അവസാനമായി ഇതൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാണോ, അല്ലെങ്കിൽ ഇറാനിൽ ഭരണമാറ്റത്തിനുള്ള വഴി തുറക്കലോ? ലോകം ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഒരു നിർണായക മറുപടിക്കായി.